രംഗകലയുടെ ഏറ്റവും വലിയ സവിശേഷത അതിവേഗത്തിലുള്ള സംവേദനത്വമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ കഥകളിയും കൂത്തും കൂടിയാട്ടവും സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നുനിന്നു. ഇവ അത്യന്തം സങ്കീർണമായ കലാരൂപങ്ങളാണ് എന്നതുതന്നെ കാരണം. കഥകളിയുടെ അഭിനയ രീതിയും സംഗീതവും ഭാഷയും വഹിക്കാനുള്ള ത്രാണി അക്കാലത്ത് സാധാരണക്കാർക്കുണ്ടായിരുന്നില്ല. ചാക്യാന്മാർ നടത്തിവന്ന കൂത്ത് ഹാസ്യവും അഭിനയവും ഇടകലർത്തിയുള്ള പുരാണ കഥാഖ്യാന രീതി ആയിരുന്നെങ്കിലും ക്ഷേത്രകലാരൂപങ്ങൾ കണ്ടാസ്വദിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന ന്യൂനപക്ഷത്തിലേക്ക് അത് ചുരുങ്ങി. കൂടിയാട്ടവും അങ്ങനെ തന്നെ. ക്ഷേത്രങ്ങളിലും കോവിലകങ്ങളിലും കൂടിയിരുന്ന പണ്ഡിതന്മാരുടെ സദസ്സിൽ അഭിനയിക്കുന്ന സങ്കീർണമായ ഈ കലാവിശേഷങ്ങൾ സാധാരണക്കാർക്ക് അന്ന് അന്യമായിരുന്നു. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുകയാണ് നമ്പ്യാർ ചെയ്തത്. ലളിത ഭാഷയിൽ ഫലിതം നിറച്ചുള്ള കഥകൾ വിസ്തരിച്ച നമ്പ്യാർ കൈമുദ്രകൾ കൂടാതെ തുള്ളൽ പൊതുജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ ഉദയകാലത്ത് കിള്ളിക്കുരിശി മംഗലത്ത് ജനിച്ച കവി ചെമ്പകശ്ശേരി രാജ്യത്തും മാർത്താണ്ഡവർമ്മയുടെയും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെയും സദസ്യനായി തിരുവനന്തപുരത്തും താമസിച്ച് വിശാലമായ ലോകപരിജ്ഞാനം നേടി. ആരെയും വിസ്മയിപ്പിക്കുമാറ് വിപുലവും വിശിഷ്ടവുമായ 64 തുള്ളൽ കൃതികൾ സൃഷ്ടിച്ച് മൺമറഞ്ഞ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിലെ ഒരാളാണ്. നമ്പ്യാരുടെ കാലത്തും അതിനു മുമ്പും അമ്പലപ്പുഴ മുതലായ സ്ഥലങ്ങളിലുണ്ടായിരുന്ന പടയണി തുള്ളൽ എന്ന കലാരൂപത്തെ പരിഷ്കരിച്ചാണ് തുള്ളൽ എന്ന ദൃശ്യകലയും അതിനു വേണ്ടുന്ന സാഹിത്യവും അദ്ദേഹം സൃഷ്ടിച്ചത്. പടയണിയിലുണ്ടായിരുന്ന പറയൻ, ശീതങ്കൻ എന്നീ വേഷങ്ങളുടെ അപരിഷ്കൃത ഗാനങ്ങളെ പറയൻ തുള്ളലെന്നും ശീതങ്കൻ തുള്ളലെന്നുമാണ് വിളിച്ചു വന്നിരുന്നത്. നമ്പ്യാരുടെ തുള്ളൽ കഥകൾ ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഈ പേര് കേരളത്തിലെ ചില ജാതികളെ കൂടി സൂചിപ്പിക്കുന്നു. പാക്കനാരുടെ വംശത്തിൽപ്പെട്ട പറയൻ ഉറഞ്ഞു തുള്ളുന്നതാണ് പറയൻ തുള്ളലെന്ന് കവി വ്യക്തമാക്കുന്നുണ്ട്. ശീതങ്കൻ തുള്ളൽ പുലയ ജാതിയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും ദേശിംഗനാടുമായി ബന്ധപ്പെട്ടതാണെന്നും അഭിപ്രായ ഭേദമുണ്ട്. പുലയരുടെ നൃത്തരീതിക്ക് കുരുത്തോല ഉപയോഗിക്കുക പതിവാണ്. ഇതുപോലെ ശീതങ്കൻ തുള്ളലിന് വേഷക്കാരൻ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരം സ്വീകരിച്ചിരിക്കുന്നു. കോലം തുള്ളലിന്റെ പരിഷ്കൃത രൂപമാണ് ഓട്ടൻ തുള്ളലെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഓട്ടൻ എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇതിൽ ഓടിച്ചു ചൊല്ലുന്നത് എന്ന അർത്ഥമെടുത്താൽ പതിഞ്ഞ മട്ടിൽ പാടേണ്ടത് പറയൻ തുള്ളൽ, അതിനേക്കാൾ മുറുകിയ ശീതങ്കൻ തുള്ളൽ, അതിലുമധികം വേഗത്തിൽ പാടേണ്ട ഓട്ടൻ തുള്ളൽ, ഇങ്ങനെ 3നും ഉള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാം. തുള്ളലിന് പാടുകയും ആടുകയും ചെയ്യുന്ന നർത്തകൻ, മദ്ദളക്കാരൻ, കൈമണിക്കാരൻ എന്നിങ്ങനെ 3 പേർ മതി. അരങ്ങ് വേണ്ട, തിരശീലയും മറ്റ് അനുസാരികളും ആവശ്യമില്ല. പല കാര്യങ്ങളിലും നമ്പ്യാരുടെ തുള്ളൽ ചാക്യാർ കൂത്തിനോട് കടപ്പെട്ടിട്ടുണ്ട്. ഫലിത പരിഹാസ പ്രയോഗങ്ങളും സാമൂഹ്യ പരാമർശവുമാണ് ഇവയിൽ മുഖ്യം. കൂത്തിനിടയിൽ സദസ്സിലെ പലരെയും പരിഹസിക്കാൻ കിട്ടുന്ന അവസരം ചാക്യാർ പ്രയോജനപ്പെടുത്താറുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾക്കും കഥയിൽ രസമുണ്ടാകണമെങ്കിൽ പ്രകൃത്യാ ഗൗരവമുള്ള കഥയായാലും ചിരിക്കാൻ വേണ്ട വക അതിൽ പ്രയോഗിക്കണമെന്ന് നമ്പ്യാർക്കും അറിയാം. പക്ഷേ ചാക്യാർ വെറും ഫലിതത്തിനും നമ്പ്യാർ സാമൂഹ്യ വിമർശനത്തിനുമാണ് ഹാസ്യം ഉപയോഗിച്ചത്. നമ്പ്യാരുടെ പരിഹാസ ശരപ്രയോഗത്തിന് വിഷയമാകാത്ത ഒരു ജനവിഭാഗവും അന്നുണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ വമ്പും പൊങ്ങച്ചങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലിയും കൊള്ളരുതായ്മയും ആശ്രിതവർഗത്തിന്റെ ഞെളിവും മാനം വിൽക്കുന്ന കുലടകളുടെ മയക്കുമന്ത്രവും അത്യാഗ്രഹികളായ കച്ചവടക്കാരുടെ അമിത ലാഭാർജനവുമെല്ലാം നമ്പ്യാർ നിർദ്ദയം വിമർശിച്ചു. മദ്യപാനവും സ്ത്രീസേവയും കൊണ്ട് ഉള്ളതെല്ലാം കളഞ്ഞുകുളിച്ച് ആയുധങ്ങൾ പോലും പണയം വെച്ച് കഴിഞ്ഞുകൂടുമ്പോഴും തണ്ടും വീരവാദവും വിടാത്ത നായന്മാർ, ശുചിത്വവും നെറിയുമില്ലാതെ ജീവിക്കുന്ന പരദേശി ബ്രാഹ്മണർ എന്നു തുടങ്ങി സാമാന്യ ജനങ്ങളിൽ പോലും കുറ്റം കണ്ടിടത്തെല്ലാം അദ്ദേഹം വിമർശിച്ചു. നമ്പ്യാരുടെ എരിവും മൂർച്ചയുമുള്ള പരിഹാസ ശരങ്ങൾ കൊള്ളേണ്ടിടത്തൊക്കെ നിർദ്ദയം പ്രയോഗിക്കപ്പെട്ടു. അതിനാലാണ് കവിത ചാട്ടവാറാക്കിയ കവിയെന്ന് നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നത്. ഭൃഗുവംശത്തിലെ സുതപസ് എന്ന മുനിയുടെ പുത്രനാണ് ഉഗ്രശ്രവസ്. ഉഗ്രശ്രവസിന്റെ ഭാര്യ ശീലാവതി. ഭർത്താവ് ക്രൂരനും വിടനുമായിരുന്നിട്ടും ശീലാവതി അയാളെ ദൈവത്തെ പോലെ പൂജിച്ചു വന്നു. ഉഗ്രശ്രവസിന് കുഷ്ഠരോഗം പിടിപെട്ടതു മുതൽ ശീലാവതി ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിൽ അലഞ്ഞു നടന്ന് ഭിക്ഷ എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിനെ പോറ്റി. ഭർത്താവിനെ തന്റെ തോളിലേറ്റിക്കൊണ്ടും അവൾ ഭിക്ഷാടനം നടത്തി. ഒരു ദിവസം വഴിയിൽ കണ്ട മാളികയുടെ മുന്നിലൂടെ ഒഴുകിയ ജലത്തിൽ ചവിട്ടാതെ ശീലാവതി തിരികെ നടന്നു. അവളോട് കാര്യമന്വേഷിച്ചപ്പോൾ അതൊരു വേശ്യാഗ്രഹമാണെന്നറിഞ്ഞ ഉഗ്രശ്രവസിന് അവിടേക്ക് പോകണമെന്ന് മോഹം തുടങ്ങി. ശീലാവതി ഭർത്താവിനെയും തോളിൽ വഹിച്ചുകൊണ്ട് രാത്രിയിൽ വേശ്യാഗ്രഹത്തിലേക്ക് നടന്നു. അണിമാണ്ഡവ്യൻ എന്ന ബ്രാഹ്മണൻ ശൂലത്തിൽ കിടന്നിരുന്ന സ്ഥലത്തുകൂടിയാണ് അവർ യാത്ര ചെയ്തത്.
വിവരമറിഞ്ഞ മാണ്ഡവ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉഗ്രശ്രവസ് മരിക്കട്ടെ എന്ന് ശപിച്ചു. ഇതുകേട്ട് താൻ വിധവയാകാതിരിക്കാൻ മേലിൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് ശീലാവതിയും ശപിച്ചു. അങ്ങനെ സൂര്യൻ ഉദിക്കാതെയായി. ഒടുവിൽ ദേവന്മാർ അത്രി എന്ന മുനിയുടെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അനസൂയയെ കൊണ്ട് ശീലാവതിയെ പ്രേരിപ്പിച്ച് ശാപം പിൻവലിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും പാതിവൃത്യത്തിൽ ശീലാവതിയെ മറികടന്ന സ്ത്രീകൾ ഇതുവരെ ജനിച്ചിട്ടില്ലത്രേ. ശീലാവതി ചരിതം ഓട്ടൻതുള്ളലിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ പാഠഭാഗമായി നൽകിയിട്ടുള്ളത്. ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരിഭവങ്ങളാണ് പാഠസന്ദർഭം. സമയാസമയത്ത് മരുന്നുകളൊക്കെ നൽകി ശുശ്രൂഷിച്ചിട്ടും തെല്ലും വിശേഷം കാണുന്നില്ല. ചോറൊരുവറ്റും ചെല്ലുന്നില്ല. മരുന്നുകളെ തോൽപ്പിച്ച് രോഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം രാവും പകലും ദീനത്താൽ വലയുന്നു. എല്ലാ വിഷമങ്ങളും വന്നു ചേരുന്നു. ആരോട് പറയാൻ? വീടുവിടാന്തരം നടന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടുവരുന്ന നെല്ലും അരിയും അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് പാകം ചെയ്ത് നല്ല ചോറും കറിയുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടു പോകുമ്പോൾ തീരെ രുചിയില്ലാത്രേ. കൊല്ലുന്നതിനേക്കാൾ അസഹനീയമായ കുത്തുവാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എന്തു ചെയ്താലും അദ്ദേഹത്തിന് കുറ്റം മാത്രമേയുള്ളൂ. ജനിച്ചതിൽ പിന്നെ കുറ്റങ്ങളും കുറവുകളുമല്ലാതെ തന്നെപ്പറ്റി പറയാനില്ല. മറിമായങ്ങളും അഭിനയവും അറിയുന്നവളല്ല താൻ. തന്റെ ജാതകദോഷം കൊണ്ട് മാത്രമാണ് മുനിശ്രേഷ്ഠനായ ഭർത്താവിൽ നിന്ന് കുറ്റമേറ്റു നശിക്കേണ്ടി വരുന്നതെന്ന് ശീലാവതി സ്വയം സമാധാനിക്കുന്നു. കേരളീയതയുടെ സങ്കലനം നമ്പ്യാർ കവിതകളുടെ പൊതു സവിശേഷതയാണ്. പുരാണ കഥകളെ സാമാന്യ ജനങ്ങൾക്ക് പരിചിതമായ കേരളീയ അന്തരീക്ഷത്തോട് കൂട്ടിയിണക്കി അവതരിപ്പിക്കുന്നു എന്ന് സാരം. വർണ്ണിക്കുന്നത് ഹസ്തിനപുരിയോ പാതാളമോ ദേവലോകമോ ആയാലും വായിച്ചു തീരുമ്പോൾ അത് കേരളമാണെന്ന് കണ്ടെത്താനാവും. കാർത്തവീര്യാർജുനൻ പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ടത് തെങ്ങും കമുകുമായിരുന്നു. ഭീമനെ ഉപമിക്കുന്നത് വണ്ണൻ വാഴയോട്. ദുര്യോധനന്റെ സൈന്യത്തിൽ നായന്മാരാണത്രേ. മഹാഭാരതത്തിലോ രാമായണത്തിലോ ആയാലും സദ്യവട്ടം നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും പപ്പടവും പായസവും മലയാളക്കറിയും ഒക്കെ ആയിരിക്കും. ആർക്കെങ്കിലും കാഴ്ച വസ്തു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നേന്ത്രക്കുലയായിരിക്കും. ഇങ്ങനെ പോകുന്നു നമ്പ്യാരുടെ വിവരണങ്ങൾ. കൊള്ളിവാക്കല്ലാതൊന്നും എന്ന ഈ പാഠഭാഗത്തിലും പുരാണകഥയിലെ ശീലാവതിയെ അല്ല, ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ ഒരു സാധാരണ വീട്ടമ്മയെ കണ്ടെത്താനാകും. സ്ത്രീ ജീവിതത്തിന്റെ ഹതാശവും നിസ്സഹായവുമായ വശം ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുരുഷ മേധാവിത്വത്തിനു മുന്നിൽ പൂർണ്ണമായും വഴങ്ങുന്ന പരമ്പരാഗത സ്ത്രീബിംബ മാതൃകയായാണ് ശീലാവതി പുരാണങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ശീലാവതി വ്യവസ്ഥയ്ക്ക് വിധേയാണെങ്കിലും മുറുമുറുപ്പില്ലാതെ എല്ലാം സഹിക്കുന്നവളല്ല. താൻ അനുഭവിക്കുന്ന പരിഹാസവും പീഡനവും അവൾ സ്വയം തിരിച്ചറിയുന്നുണ്ട്. ജീവിതത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുകയും ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കുകയും ചെയ്തിട്ടും കുത്തുവാക്കുകൾ മാത്രമാണ് കേൾക്കേണ്ടി വരുന്നത്. തന്റെ നിരാശയും പ്രതിഷേധവും ഒക്കെ പ്രകടമാക്കിക്കൊണ്ടാണ് ഇവിടെ ശീലാവതി നിൽക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ നിസ്സഹായമായ പശ്ചാത്തലം സമകാലിക സാഹചര്യത്തിൽ നിന്നും ഭിന്നമല്ല. കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ളൊരു കൊള്ളിവാക്കല്ലാതെ ചൊല്ലുകില്ല അദ്ദേഹം എന്ന് ശീലാവതി പറയുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ ശാരീരിക പീഡനത്തെക്കാൾ രൂക്ഷമാണ് മാനസിക പീഡനം എന്ന സത്യമാണ് വെളിപ്പെടുന്നത്. കുടുംബത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ചിട്ടും കുത്തുവാക്കുകളും കുറ്റം പറച്ചിലുകളും മാത്രം കേൾക്കേണ്ടി വരുന്ന സ്ത്രീ ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട്. നിരാശയും പ്രതിഷേധവും ഉള്ളിൽ പേറുമ്പോൾ തന്നെ തന്റെ ജാതകദോഷമെന്ന് ശീലാവതി സമാധാനിക്കും പോലെ വിധിയെന്നോർത്ത് സ്വയം സമാധാനിക്കുകയും ചെയ്യുന്നുണ്ടവർ. അതിനാൽ നമ്മുടെ ചുറ്റുപാടുകളിലെ സ്ത്രീയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ മുഖ്യ പഠനോദ്ദേശ്യം. സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്പ്യാർ ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. പൗരാണിക കാലം മുതൽ ഇന്നുവരെയുള്ള പുരുഷാധിപത്യ വ്യവസ്ഥിതി, കുലസ്ത്രീ സങ്കല്പം എന്നിവയും വിമർശന വിധേയമാക്കണം. നമ്പ്യാരുടെ ഭാഷയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്. നിരക്ഷരർ പോലും നെഞ്ചേറ്റിയ എത്രയോ ലോകോക്തികൾ കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അതുകൊണ്ടാണ് ജനകീയ കവിയെന്ന് നമ്പ്യാർ അറിയപ്പെടുന്നത്. ഭാഷയിലുമുണ്ട് ഈ ജനകീയത. സാധാരണക്കാർ അധികമുള്ള സദസ്സിൽ സാധാരണക്കാരുടെ ഭാഷയെ ഉചിതമാവുകയുള്ളൂ എന്ന് അദ്ദേഹം കരുതി. അതുവരെ ഉണ്ടായ കാവ്യശൈലികളിൽ വെച്ച് ഏറ്റവും ലളിതവും ശുദ്ധമായതുമായ മലയാള ശൈലിയിലുള്ളതാണ് നമ്പ്യാരുടെ തുള്ളൽ. താൻ ജനസാമാന്യത്തിനു വേണ്ടിയാണ് എഴുതുന്നതെന്നും അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് വേണ്ടി എഴുതാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. തരങ്കിണി വൃത്തം, ഫലിത പരിഹാസങ്ങൾ നിറഞ്ഞ പദപ്രയോഗം, പ്രാസങ്ങളാൽ മനോഹരമാക്കപ്പെട്ട വരികൾ എന്നിവയും നമ്പ്യാർ കവിതയുടെ ഭാഷാ സവിശേഷതകളിൽപ്പെടും. സാഹിത്യത്തിലെ ഹാസ്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കും ഇവിടെ ഇടമുണ്ട്. പൊതുവെ ഹാസസാഹിത്യം പൂത്തുലഞ്ഞു നിൽക്കുന്ന സാഹിത്യത്തിന്റെ ഉമ്മറത്ത് പെൺമയുടെ ചിരി മുഴങ്ങാറില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർ ഉണ്ട്.
സാമൂഹിക സാമ്പത്തിക സദാചാര കാരണങ്ങൾ ഇതിന്റെ ശൂന്യതയ്ക്ക് വളം വച്ചു എന്നവർ വാദിക്കുന്നു. ഉദാഹരണമായി ചാക്യാർ കുത്തിലേതുപോലെ നങ്ങ്യാർ കുത്തിൽ ഹാസ്യം കടന്നു വരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ സ്ത്രീയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും കുഞ്ചൻ നമ്പ്യാർ എന്ന കവിയുടെ പൊതുസവിശേഷതകൾ അറിയുന്നതിനും സാഹിത്യത്തിലെ ഹാസ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഒക്കെ പാഠഭാഗത്ത് ഇടമുണ്ട്. ഏതു മുരടിച്ച ഗൗരവ സ്വഭാവക്കാരനെയും കുടുകുടെ ചിരിപ്പിച്ച, ഏതു പാമരനെയും ആകർഷിച്ചു വശപ്പെടുത്തിയ, ആർക്കും മറക്കാനാകാത്ത വിധം ലോകകാര്യങ്ങൾ വർണ്ണിച്ച് കേരളത്തെ അനുഗ്രഹിച്ച പ്രതിഭാധനനാണ് കുഞ്ചൻ നമ്പ്യാർ.